10 വയസ്സായി കഴിഞ്ഞാൽ ഒരേ പുതപ്പിനുള്ളിൽ ഒരിടത്ത് ചേർന്ന് കിടക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. സഹോദരിമാർ 2 തമ്മിലാണെങ്കിലും 2 ബ്രദേഴ്സ് ആണെങ്കിലും 2 ആൺകുട്ടികളാണെങ്കിലും 2 പെൺകുട്ടികളാണ്, അവർ തമ്മിലോ ഇനി അങ്ങനെ ആണും പെണ്ണുമായിട്ടുള്ള അങ്ങളി പെങ്ങളും അല്ലേ, എന്തായിരുന്നാലും അനുവദിച്ചുകൂടാ. ചില ആളുകൾ ഇങ്ങനെ സ്നേഹം മൂത്തിട്ട് മക്കൾക്ക് പ്രായമായാലും ഉമ്മാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കാൻ അനുവദിക്കും. ആ മോനല്ലേ, എൻ്റെ കുട്ടിയല്ലേ, ഓനക്ക് അങ്ങനെയാണ്, അങ്ങനെ ശീലിച്ചിരിക്കണം, ഞാൻ അല്ലാതെ അവന് പറ്റൂല. അതൊക്കെ മാറണം, മാറ്റേണ്ട സമ്പ്രദായങ്ങളാണ്. അതൊന്നും എക്സ്ക്യൂസ്, നമ്മൾ അങ്ങനെ ആ നിലക്കുള്ള സഹതാപ തരംഗമൊന്നും ഇവിടെ നടക്കൂല, പാടില്ല എന്ന് തന്നെയാണ്. അത് ഉമ്മയല്ലേ, ഉമ്മ തന്നെയാണ്. പക്ഷെ അതുകൊണ്ടല്ല, ഒരു പ്രായം, ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ മാറ്റിക്കിടത്തേണ്ടവരെ മാറ്റിക്കിടത്തുക തന്നെ ചെയ്യണം. അതൊരു ട്രെയിനിങ് ആണ്, അതൊരു പരിശീലനമാണ്. അതിലൊക്കെ അടങ്ങിയ ഹിക്മത്ത് എന്താണെന്ന് മനുഷ്യരെ സൃഷ്ടിച്ച റബ്ബല്ലേ ഇതൊക്കെ പറയുന്നത്. അതിൽ അവന് പല ഹിക്മത്തുകളും ഉണ്ടാകാം. പലതും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, ചിലതൊക്കെ ഇനിയും മനസ്സിലാകാനുണ്ടായിരിക്കാം. ശരീരങ്ങൾ തമ്മിൽ സ്പർശിക്കുമ്പോൾ ആണും തമ്മിലാവട്ടെ, ആണും പെണ്ണും തമ്മിലാവട്ടെ, പെണ്ണും പെണ്ണും തമ്മിലാവട്ടെ, വൈകാരികതകൾ ഉണരുവാനും അതുപോലെ തന്നെ അവൻ്റെ മനസ്സിൽ വേണ്ട ചിന്തകൾ ഉണരുവാനുമൊക്കെ അത് കാരണമാകുമെന്നുള്ളത് മനുഷ്യപ്രകൃതമാണ്. ഇസ്ലാം മനുഷ്യപ്രകൃതി അറിയുന്ന മതമാണല്ലോ. റബ്ബല്ലേ ഇത് പറയുന്നത്, വലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. ആരാണ് ഈ പ്രോഡക്റ്റിൻ്റെ, ആരാ ഇത് നിർമ്മിച്ചത്? അള്ളാഹുവാണ്. അവനാ പറയുന്നത്. അവനറിയാം മനുഷ്യൻ്റെ സ്വഭാവം എന്താണ് അവൻ്റെ നാച്ചുറൽ, അവൻ്റെ പ്രകൃതം എന്താണ്, എന്തൊക്കെയാണ് അവനിൽ സംഭവിക്കുന്നത്, ഏതൊക്കെ ഹോർമോണുകൾ ഏതൊക്കെ ഘട്ടങ്ങളിൽ അവനിൽ ഉണരും എന്നൊക്കെ. ഇന്നത്തെ വൈദ്യശാസ്ത്രം എന്നല്ലല്ലോ, റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചില്ലേ, എല്ലാം അവനറിയാലോ. അപ്പം അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള നിയമങ്ങളാണ്. ഇനി കുടുംബമൊന്നുമല്ല, ബന്ധമൊന്നുമില്ല, നമ്മൾ ഒരുമിച്ച് ഹോസ്റ്റലുകളിലാണ്, അങ്ങനെ ചേർന്ന് കിടക്കാൻ പാടില്ല. വെറും ഗേൾസ് ഹോസ്റ്റലാണ്, വിമൻസ് ഹോസ്റ്റലാണ്, അതല്ലെങ്കിൽ ജെൻസിൻ്റെ ഹോസ്റ്റൽ മാത്രമാണ്, അവിടെയാണെങ്കിലും പറ്റൂല, എവിടെയാണെങ്കിലും പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ആളുകൾ അതൊക്കെ ഒഴിവാക്കിയതിൻ്റെ തിക്തഫലങ്ങളാണ് ഇന്നത്തെ LGBT കമ്മ്യൂണിറ്റിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടക്കങ്ങൾ.